ഹലോ, മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ഹെൽത്ത് മിക്സ് ആയിട്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബദാം, കുറച്ച് പിസ്ത, അതുപോലെ തന്നെ പിസ്ത കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളത്, പിന്നെ ഹേസൽ നട്ട്സ് കുറച്ച് വേണം, പിന്നെ വേണ്ട നമുക്ക് വാൽനട്ടാണ്, പിന്നെ അതുപോലെ ക്യാഷ്നട്ട്, പിന്നെ നമുക്ക് വേണ്ടത് മുന്തിരി. ഈ മിക്സ് എല്ലാം കൂടെ ഒരു പാന് വെച്ച് നമ്മൾ നല്ല പോലെ ചൂടാക്കി എടുക്കണം കേട്ടോ. അതൊന്ന് വറവ് മണം വരുന്ന വരെ നമ്മൾ ചൂടാക്കണം, ഓവറായിട്ട് വേണ്ട. ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഉണക്കമുന്തിരി പിസ്തയുടെ പൊടി ഉണ്ടല്ലോ അത് മാത്രം ചേർത്തണ്ട കേട്ടോ. ബാക്കിയെല്ലാം വെച്ചങ്ങാണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഹെൽത്ത് മിക്സ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഉപകാരപ്പെടും കേട്ടോ. വലിയവരെക്കായും കൂടുതൽ കുട്ടികൾക്കാണ് കേട്ടോ. അവരുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ നല്ലതാണ്. രാവിലെ വെറും വയറ്റിലൊരു സ്പൂൺ വെച്ചാണ് നമ്മളിത് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പൊടിച്ചെടുക്കണം. അധികമൊന്നും പൊടിച്ചെടുക്കണ്ട, ഞാൻ ഈ പാത്രത്തിൽ കാണിക്കണം അത്ര മതി. ബാക്കി നമുക്ക് പൊടിക്കാതെ തന്നെ വേണം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഇപ്പോൾ കൂടെ വേണ്ടത് നല്ല ചെറുതേന കേട്ടോ. എനിക്ക് ചെറുതേൻ കിട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ഞങ്ങളുടെ വയനാട് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ജാർ എടുത്തിട്ട് അതിൽ നമ്മുടെ ഈ വറുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉണക്കമുന്തിരി, നമുക്ക് ആവശ്യമായിട്ട് എത്ര നമുക്ക് നട്ട്സ് നമ്മുടെ ആവശ്യത്തിന് എത്ര വേണോ അങ്ങനെ വെച്ചെടുക്കണം. ഞാൻ 2 ജാറിലായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ മോന് ഒരാൾ ഉണക്കമുന്തിരി ഒന്നും കഴിക്കില്ല, അപ്പോൾ അവനക്ക് വേറെ ആയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പിസ്ത പൊടിച്ച് വെച്ചത് ചേർക്കണം കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ വേറൊരു ജാർ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞില്ലേ അതിലും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിനിടയിൽ വെച്ചുകൊണ്ട് കുറച്ച് നട്ട്സ് എടുത്ത് പൊടിച്ചില്ലേ അതും കൂടെ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നമ്മൾക്ക് എത്ര വേണോ, നമുക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് ബാക്കി നട്ട്സും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമുക്കിങ്ങനെ ലെയറായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് മാറും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തേൻ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കണം നല്ലപോലെ. അടിയിലേക്ക് എത്തുന്ന വരെ നമ്മൾ തേൻ ഒഴിക്കണം. എല്ലാ മിക്സിലും കൂടെ നല്ലപോലെ തേൻ വേണം. ഈ ചെറുതേനൊക്കെ നമ്മുടെ മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. ഈ പഠിക്കണ മക്കൾക്ക് രാവിലെ വെറും വയറ്റിൽ തേൻ കൊടുക്കുന്നത് നല്ലതാണ്, 1 സ്പൂണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തേണ്ടത് അത്തിപ്പഴം കേട്ടോ. അത്തിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തണം. പിന്നെ വേണ്ടത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവ് ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അത്തിപ്പഴം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണില്ല, ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണേ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കരപരാന്നുള്ളൊരിതാണല്ലോ, അപ്പോൾ നമ്മൾ ഒന്നിച്ചിടുമ്പോൾ അതിൽ തേനൊക്കെ പിടിക്കത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ. എൻ്റെ മക്കൾ പലതും പല രീതിയിലാട്ടോ. ഒരാളൊന്ന് കഴിച്ചാൽ ഒരാളൊന്ന് കഴിക്കില്ല. അപ്പോൾ ഇതൊന്നും മക്കൾ കഴിക്കാത്തൊരൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അരിഞ്ഞ് അതിൽ ചേർത്തുമ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ഇത് ഇട്ടിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും അങ്ങനെ ആക്കറോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ബാക്കി കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ജാറിൽ ഞാൻ ചെയ്യുന്നത് ഉണക്കമുന്തിരിയും അതുപോലെ അത്തിപ്പഴവും കഴിക്കാത്ത എൻ്റെ മൂത്ത മോന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഈ ജാറിലുള്ളത് ഞങ്ങളുടെ എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. മറ്റേ മൂത്ത ആൾ ഞാൻ പറഞ്ഞില്ലേ ഉണക്കമുന്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവൻ കഴിക്കില്ല. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവൻ തൊട്ട് നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവന് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഇത്തിരി തേൻ ഒഴിക്കുക. തേൻ നമ്മുടെ എത്ര ഒഴിച്ചാലും നമ്മൾ ആ തേൻ അതിൽ പിടിച്ചുകൊണ്ട് തേൻ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തേനും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒന്നിങ്ങനെ അമർന്നു പോകുമല്ലോ എല്ലാറ്റിലും ഒന്ന് പിടിക്കുമ്പോൾ. ഇനി ഇതെല്ലാം ഇങ്ങനെ നിരത്തി അതിൻ്റെ മേലെ കുങ്കുമപ്പൂവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ നമ്മുടെ മക്കൾക്ക് 1 സ്പൂൺ വെച്ച് കൊടുക്കണം. ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിക്കണതിൻ്റെ മുന്നേ കൊടുക്കണം കേട്ടോ. ഇത് മക്കളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ മക്കൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും പറ്റും, എല്ലാവർക്കും നല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ത്രീകളുണ്ടല്ലോ, അവരെന്നും ഇതൊരു സ്പൂൺ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ പീരിയഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടാവാനും ഒക്കെ നല്ലതാണ്. പിന്നെ പീരിയഡ്സിൻ്റെ ടൈമിൽ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തിൻ്റെയും ഓർമ്മശക്തിയുടെ ഒക്കെ കാര്യം പറഞ്ഞു വരുന്നത് നമ്മൾ മക്കളൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങി വരികയല്ലേ. അപ്പോൾ അവർക്ക് ഇപ്പോഴേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതിന് മുൻപേ തുടങ്ങേണ്ടതാണ്. ഇനി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം കേട്ടോ. ഇവിടെ എൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പഠിക്കും, നല്ല പോലെ ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആരാണെങ്കിലും കഴിക്കില്ലേ, പഠിക്കാനൊക്കെ ഈസിയാണ്, നല്ല പോലെ ബുദ്ധി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നല്ല പോലെ കഴിക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മക്കൾക്ക്
വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ്. നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എക്സാമോ അല്ലെങ്കിൽ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ മക്കൾക്ക് ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അവർക്ക് അപ്പോൾ എക്സാം ടൈമിലുള്ള പേടിയും അതുപോലെയുള്ള ടെൻഷനും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല കൂളായിട്ട് എക്സാം എഴുതാനും പിന്നെ അതുപോലെ അവർ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് കിട്ടാനൊക്കെ നല്ലതാണെന്ന് എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു തന്നതാട്ടോ കുട്ടികളുടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.